ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നേതൻ്റെ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അവന് ദോശയാണ് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന ദോശ തന്നെയാണ്. പക്ഷേ ഞാൻ ഉപ്പ് ഇടുന്നതിനെക്കാട്ടി മുന്നേ മാവ് കുറച്ച് അവന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 ഇയർ കംപ്ലീറ്റ് ആവുന്നത് വരെ ഷുഗറോ അല്ലെങ്കിൽ സാൾട്ടോ ഒന്നും കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളവർ ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നും ഒരേ ഒരു ഐറ്റം തന്നെ കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്കായാലും സെയിം സാധനം കഴിച്ച് കഴിഞ്ഞാൽ മടുക്കുമല്ലോ. എന്തായാലും ഇവിടെ ഞാൻ ദോശയിൽ നെയ്യൊക്കെ ഇട്ടിട്ടാട്ടോ കൊടുക്കുന്നത്. പിന്നെ ഈ വോയിസ് ഓവറിൻ്റെ ഇടയിൽ പല ശബ്ദങ്ങളും കേൾക്കും, അതിൻ്റെ മോൻ്റെയാണ്, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ദോശേൻ്റെ കൂടെ അവന് ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ പംകിനില്ല മത്തൻ, അത് രണ്ടും കൂടിയും സ്റ്റീം ചെയ്തിട്ട് മാഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചട്നിയോ എന്താ വെച്ചാൽ വീട്ടിലുണ്ടാക്കണം അത് കൊടുക്കാം. അപ്പം ഞാൻ അവന് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ വയറ്റിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പം മത്തൻ എന്തായാലും കൊടുക്കുമ്പോൾ നമ്മൾ തോലൊക്കെ നല്ലോണം കളഞ്ഞ് ഉള്ളിലത്തെ ആ കുരുക്കളൊക്കെ കളഞ്ഞിട്ട് വേണം ചെറിയ ചെറിയ പീസായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാൻ. ക്യാരറ്റും അതുപോലെ തന്നെ നല്ല കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം വേവിക്കാൻ വെക്കാം. അപ്പം നമ്മളുടെ പംകിനും അതുപോലെ ക്യാരറ്റൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് മാഷ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ ഇത് മാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ദോശയും എൻ്റെ മാഷ്ഡ് പംകിൻ ആൻഡ് ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ലഞ്ചിന് ഞാൻ അവന് സിർലാക്കാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് സിർലാക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ തിരക്കിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും പൂവൊക്കെ ആണെങ്കിൽ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം നല്ല ഹെൽത്തിയുമാണ്, വെയിറ്റ് ഗെയിനുമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് ഒരു നേന്ത്രപ്പഴമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നേന്ത്രപ്പഴം ഇതുപോലെ നല്ല പഴുത്തതായിരിക്കണം കേട്ടോ, പച്ചയൊന്നും എടുക്കരുത് കേട്ടോ, ഇല്ലെങ്കിൽ ചെറിയ പഴുപ്പുള്ളതൊന്നും എടുക്കരുത്, നല്ല പഴുത്ത തന്നെ എടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് നല്ലതും അതാണ്. പിന്നെ എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഇപ്പം ഇങ്ങനെ നെയ്യിട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെയാണ് ആക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ അവന് ഫസ്റ്റ് ടൈമൊക്കെ നേന്ത്രപ്പഴം കൊടുക്കുമ്പോൾ അവന് പുഴുങ്ങിയിട്ട് അതിനുള്ളിലത്തെ ബ്ലാക്ക് സ്ട്രിങ്സൊക്കെ കളഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ പിന്നെ ഒരു 9 months ഒക്കെ ആയിരിക്കുന്നു അവന്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്, ബ്ലാക്ക് ഇതൊന്നും കളയാറൊന്നുമില്ല. അപ്പോൾ അത് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ അവന് കൊടുക്കുമ്പോൾ ഞാനും കഴിക്കും, അത് വേറെ കാര്യം. പിന്നെ ഇത് നല്ല വെയിറ്റ് ഗെയിൻ ഫുഡാണ് കേട്ടോ നേന്ത്രപ്പഴം. അപ്പം വെയിറ്റ് ഗെയിൻ റെസിപ്പിയൊക്കെ ചെയ്യുമോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അതിലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. മിക്ക വീടുകളിലും ചെയ്യുന്നത് തന്നെയാണ്. ചിലർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ മിക്സിയിലൊന്നും അടിച്ചിട്ട് കൊടുക്കാറില്ല ഒരു ഫുഡും. എല്ലാം മാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ടൊക്കെ കൊടുക്കാറ്. നമ്മൾ 6 months സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഫുൾ മിക്സിയിലൊക്കെ അടിച്ചിട്ടാവും ചിലർ കൊടുക്കുന്നുണ്ടാവുക. പിന്നെ അത് ശീലമാക്കും. പിന്നെ കുട്ടികൾ ആ ഒരു ടെക്സ്ചറിൽ തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ പതുക്കെ അവരുടെ ആ ഫുഡിൻ്റെ കൺസിസ്റ്റൻസിയും ഇതൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും മോന് ഞാൻ ഇതുപോലെ സ്പൂണായിട്ടൊക്കെ ആക്കിയിട്ട് ചിലപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ടാണ് കൊടുക്കാറ്. ഇനി ഞാൻ ഡിന്നറിന് അവന് രാഗിയുടെ കുറുക്കാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ രാഗിയുടെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. എന്തെങ്കിലും റെസിപ്പീസൊക്കെ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബ് ചാനലിലും കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.